ഡിറ്റർമിനേഷൻ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ നമുക്കതിനെ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ് കാണാൻ പോകുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് നമ്മൾ അയണൈസേഷൻ കോൺസ്റ്റൻസ് ഓഫ് വീക്ക് ആസിഡ്, അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ്, അതിനെ KA എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആസിഡ് കൺസിഡർ ചെയ്യുക, ആസിഡ് റിയാക്ഷൻ HA റിയാക്ട് ആസിഡാണ് HA പ്ലസ് H2O, ബേസ് ഇവിടെ വാട്ടറാണ്, gives H3O പ്ലസ് A-, ഇതാണ് റിയാക്ഷൻ. ഓക്കെ, HA പ്ലസ് H2O gives H3O പ്ലസ് A-. അപ്പോൾ നോർമലി നമ്മൾ പറയുന്ന പോലെ ഇനീഷ്യലി HA ആസിഡ് C മോൾസ് പെർ ലിറ്റർ ഉണ്ടെന്ന് കരുതുക, C മോൾസ് പെർ ലിറ്റർ. ഓക്കെ, അപ്പോൾ അവിടെ പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ല, 0 ആണ്. ഇനി അറ്റ് ഇക്വിലിബ്രിയം C ആൽഫ മോൾസ് പെർ ലിറ്റർ H3O പ്ലസും C ആൽഫ മോൾസ് പെർ ലിറ്റർ A- ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര HA റിയാക്ട് ചെയ്തിട്ടുണ്ടാവും? C ഇൻറ്റു 1 അല്ല, അങ്ങനെ എഴുതണ്ട, C മൈനസ് C ആൽഫ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ C മൈനസ് C ആൽഫയ്ക്ക് പകരം നമുക്ക് എന്തെഴുതാം? C ഇൻറ്റു 1 ആൽഫ എന്നെഴുതാം. C ഇൻറ്റു 1 ആൽഫ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റിയാക്ട് ചെയ്തു, പ്രോഡക്റ്റ് C ആൽഫ H3O പ്ലസും C ആൽഫ A- ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിന് നമുക്ക് ഇക്വിലിബ്രിയം ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് Kന് പകരം KA എന്ന് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എങ്ങനെ വരും? KA ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A- ഹോൾ ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HA ആണല്ലോ. ഇനി ഇതിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു C ആൽഫ ഇൻറ്റു C ആൽഫ ഡിവൈഡഡ് ബൈ C ഇൻറ്റു 1 ആൽഫ. ഇതാണ് ഏതിൻ്റെ ഇക്വേഷൻ? അയണൈസേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ. ഇതിനെ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? വെയിറ്റ് ചെയ്യൂ. KA ഈക്വൽ ടു എങ്ങനെ എഴുതാം? C ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ആൽഫ അല്ലേ. C ആൽഫ ഇൻറ്റു C ആൽഫ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഒരു C ഇൻറ്റു 1 ആൽഫ ഉണ്ട്, ഇതും ക്യാൻസൽ ചെയ്ത് പോവും. വി വിൽ ഗെറ്റ് C ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ആൽഫ. നമുക്കറിയാം വീക്ക് ആസിഡ്സിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് വെരി വെരി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് KAയുടെ വാല്യൂ എന്ത് കൊടുക്കാം? KA ഈക്വൽ ടു C ആൽഫ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, KAയുടെ വാല്യൂ C ആൽഫ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം PKAയുടെ വാല്യൂ നമ്മൾ PH കാണുന്ന പോലെ PKA നമുക്ക് എങ്ങനെ കാണാം? PKA ഈക്വൽ ടു മൈനസ് ലോഗ് ടു ദ ബേസ് 10 KA, ഇങ്ങനെയാണ് വരിക. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്മോളർ ദ വാല്യൂ ഓഫ് KAയുടെ വാല്യൂ കുറഞ്ഞാൽ വീക്കർ ഈസ് ദ ആസിഡ്, ആ ആസിഡ് വീക്കർ ആയിരിക്കും. KA കുറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് ഈസ് വീക്കർ ആയിരിക്കും. പക്ഷേ PKA സ്മോളർ ആണെങ്കിൽ ആസിഡ് സ്ട്രോങ്ങർ ആയിരിക്കും. ഇതാണ് റിലേഷൻ കേട്ടോ, ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ KAയുടെ വാല്യൂ കുറഞ്ഞാൽ ആസിഡ് വീക്കർ ആയിരിക്കും, PKAയുടെ വാല്യൂ കുറഞ്ഞാൽ ആസിഡ് ഓപ്പോസിറ്റാണ്, ആസിഡ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ആൽഫ വെരി വെരി സ്മോൾ ആയതുകൊണ്ട് KA ഈക്വൽ ടു C ആൽഫ സ്ക്വയർ എന്ന് എഴുതാം. ഇതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും നമുക്ക് കാണാം. ആൽഫയുടെ വാല്യൂ എന്ത് വരും? ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് KA ബൈ C എന്ന് എഴുതാം.
ഓക്കെ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ആൽഫയുടെ വാല്യൂ യൂസ് ചെയ്തിട്ട് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+ കാണാമല്ലേ. സി ആൽഫ ആണല്ലോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് ദാറ്റ് വിൽ ബി ഈക്വൽ ടു സി ആൽഫയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ആൽഫ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+ കാണാം. ഇനി അടുത്തത് നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് വീക്ക് ആസിഡാണ്. അപ്പോൾ വീക്ക് ആസിഡ്സിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത്, വീക്ക് ആസിഡ്സ് ഒന്നിൽ കൂടുതൽ ആസിഡ് വേണം. അപ്പോൾ നമ്മൾ 2 വീക്ക് ആസിഡ് എടുക്കുക. അതിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റൻറ്റിനെ Ka1 എന്നും Ka2 എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആസിഡിന് നമ്മൾ Ha1 അതേപോലെ Ha2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അവയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് α1 α2 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അവിടെ കോൺസെൻട്രേഷൻ 2 ആസിഡ്സിൻ്റെയും സെയിം ആണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത്, അതായത് α1ൻ്റെ വാല്യൂ എന്ത് വരും? α1 ഈക്വൽ ടു Ka1/C. റൂട്ടിൻ്റെ ഉള്ളിലാണ്. α2 എന്ത് വരും? ഈക്വൽ ടു Ka2/C എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് സ്ട്രെങ്ത് ഓഫ് Ha1, സ്ട്രെങ്ത് ഓഫ് Ha1 ആദ്യത്തെ ആസിഡ് ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് Ha2 ഈക്വൽ ടു എന്ത് വരും? α1 അല്ലേ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ α1 ഡിവൈഡഡ് ബൈ α2. അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? Ka1 ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഫസ്റ്റ് ആസിഡ് ഡിവൈഡഡ് ബൈ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് സെക്കൻഡ് ആസിഡ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനാണ് അതിൻ്റെ എന്താ പറയുക, ഒരു ആസിഡ് എത്ര H+ അയോണ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുന്നതും അല്ലേ. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നോക്കിയിട്ടാണ് നമ്മൾ സ്ട്രെങ്ത്ത് ഓഫ് ആസിഡ്സ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രെങ്ത്ത് ഓഫ് ആസിഡ്സ്, റിലേറ്റീവ് സ്ട്രെങ്ത്ത് ഓഫ് ആസിഡ്സ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, √Ka1/√Ka2. അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ആസിഡ്സ് പറഞ്ഞു, അതിൻ്റെ Ka വാല്യൂം pKa വാല്യൂം. ഇതേപോലെ ഇനി അടുത്തത് എന്താണ്? അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ബേസ് കാണണം. അതും സെയിം ഇക്വേഷൻ തന്നെ വരിക. Kaക്ക് പകരം എന്ത് കൊടുക്കുക? Kb എന്ന് കൊടുക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു C⁴² ഡിവൈഡഡ് ബൈ 1 - ആൽഫയാണ്. പിന്നെ ഇതേപോലെ തന്നെ pKb ഈക്വൽ ടു എന്ത് വരും? -log⁻²⁴ Kb. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇക്വേഷനൊന്നും. ആസിഡ്സിന് പകരം ബേസാണ്. പിന്നെ വീക്ക് ബേസ് ആയതുകൊണ്ട് 1 - ആൽഫയ്ക്ക് പകരം ആൽഫ എന്ന് കൊടുക്കാം. അപ്പോൾ Kb ഈക്വൽ ടു C⁴ എന്ന് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ആൽഫയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇക്വേഷന് വെച്ചിട്ട് C⁴² എന്ന് വരും. ഇതിൽ നിന്ന് α√Kb/C എന്ന് കിട്ടും. അത് വെച്ചിട്ട് Kb കണ്ടു കഴിഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതേപോലെ റിലേറ്റീവ് സ്ട്രെങ്ത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? √Kb1 ഡിവൈഡഡ് ബൈ √Kb2. റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ബേസിന് നമ്മൾ BOH എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. OH1 ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ബേസ് 2 ഈക്വൽ ടു എന്ന് വരും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ബേസ് 1/base 2. ദാറ്റ് വിൽ ബി ഈക്വൽ ടു √Kb1 ഡിവൈഡഡ് ബൈ Kb2. സെയിം തന്നെയാണ്. ഇനി അടുത്ത നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് വീക്ക് ബേസ് പറഞ്ഞു. ഇനി റിലേഷൻ ബിറ്റ്വീൻ Ka ഓഫ് എൻ ആസിഡ് ആൻഡ് Kb ഓഫ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്. ഇവ തമ്മിലുള്ള റിലേഷനാണ്. ഒരു ആസിഡും അതിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ കാണണം. നമ്മളൊരു ബേസിൻ്റെ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വേഷൻ നോക്കുക. അതാണ് ഇവിടെ മുകളിൽ കൊടുത്തുള്ള B+H2O gives BH+OH-. ഇതിൽ നിന്ന് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്ത് വരും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് BH+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ B. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B നമ്മൾ വാട്ടറിന് ഇവിടെ കൺസിഡർ ചെയ്യില്ല, അത് കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് എടുക്കുക.
ഇനി ഈ ഇക്വേഷന് ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഇക്വേഷന് എഴുതി നോക്കുക. ഇപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? BH+ OH- ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അതായത് ഈ ടേമിന് ഒന്ന് ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക, ഇൻറ്റു ബാക്കിയുള്ള ടേം എഴുതുക. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആസിഡ്, ഇപ്പോൾ ഇവിടുത്തെ കോഞ്ചുഗേറ്റ് ആസിഡ് എന്നുള്ളത് BH+ ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം എഴുതി നോക്കുക. അപ്പോൾ എന്ത് വരും? BH+ വാട്ടർ ഗീവ്സ് B+H3O+. അതിൽ നിന്ന് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് കാണാം, B ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് BH+. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുള്ള KB-യുടെ ഇക്വേഷനില്ലേ, അതിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+ എന്ന് പറയുന്നത് എന്താണ്? അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറാണ്, KW ആണ്. പിന്നെ അതേപോലെ തന്നെ ആ ഇക്വേഷനിൽ നമ്മളിപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക, ദിസ് വൺ ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? പുട്ട് ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 2. അപ്പോൾ എന്ത് വരും? ഇവിടെ ഈ ഒരു ടേമും നോക്കുക. അപ്പോൾ അതായത് ഇതെന്താണ്? 1/KA ആണ് അല്ലേ? അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? KB = ഇതിന് പകരം KW എന്ന് കൊടുക്കുക, ഇതിന് പകരം 1/KA എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ വിൽ ബിക്കം KB = KW/KA. അതിൽ നിന്ന് KW എന്ത് വരും? KA ഇൻറ്റു KB എന്ന് വരും. ഇനി അതിൻ്റെ മൈനസ് ലോഗ് എടുക്കുക, നെഗറ്റീവ് ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ലോഗ് KA ഇൻറ്റു KB, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്? PKW ആണ് അല്ലേ? മൈനസ് ലോഗരിതം ടു ദ ബേസ് 10 ആണ്, അത് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. സോ PKW = എന്തെഴുതാം? PKA + PKB. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ അല്ലേ, 14 ആണ്. PKWയുടെ വാല്യൂ ആണ് 14 വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ KAയും കോഞ്ചുഗേറ്റ് ബേസും തമ്മിലുള്ള റിലേഷൻ. PKW = PKA + PKB. ഇവിടെ KA എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ കോഞ്ചുഗേറ്റ് ബേസ് ഓഫ് കോഞ്ചുഗേറ്റ് ആസിഡും PKB എന്ന് പറയുന്നത് ബേസാണ് എടുത്തുള്ളത്. നേരെ തിരിച്ചാവാം, KA എന്നുള്ളത് ആസിഡ് ആണെങ്കിൽ PKB എന്നുള്ളത് കോഞ്ചുഗേറ്റ് ബേസാണ്. ഓക്കെ.